വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് അനുവദിച്ചാൽ ജീവിതകാലം മുഴുവൻ അടിമയായിരിക്കാം എന്ന് താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞിരുന്നുവെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. 2014 ഗുജറാത്തിൽ വെച്ച് നരേന്ദ്രമോദി ആദ്യമായി കണ്ടപ്പോൾ താൻ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം വിഴിഞ്ഞം തുറമുഖമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിൽ തൻ്റെ ഇടപെടലാണെന്ന് പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 2014 നരേന്ദ്രമോദിയെ കണ്ട് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് നൽകിയാൽ തൻ്റെ ജീവിതകാലം മുഴുവനും അടിമയായി ഇരിക്കാമെന്നാണ് താൻ പറഞ്ഞതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. വിഴിഞ്ഞം എങ്ങനെ യാഥാർത്ഥ്യമായെന്ന് നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ താനായിരിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. കേന്ദ്ര ബജറ്റിനെ പറ്റി നുണകൾ എഴുതി മാധ്യമങ്ങൾ ചർച്ച വഴിതിരിച്ചു വിട്ടു. ഇവരോട് എനിക്ക് പറയാനുള്ളത് 20-ാം നൂറ്റാണ്ട് സിനിമയിൽ മോഹൻലാൽ എന്നോട് പറഞ്ഞതാണ്. എനിക്ക് വഴങ്ങുന്ന കുറച്ച് ആളുകളുണ്ട് കേരളത്തിൽ. അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 2014 ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടത്. 2014 മാർച്ച് 5-നാണ് താൻ ഗുജറാത്ത് സന്ദർശിച്ച ശേഷം നരേന്ദ്രമോദിയെ കണ്ടത്. 1.5 വർഷത്തോളം മോദി തന്നെ കാണാൻ ക്ഷണിച്ചിരുന്നെങ്കിലും പോലീസുകാർ ഉൾപ്പെടെ പലരും മുഖേനയും വന്ന ക്ഷണം താൻ അന്ന് നിരസിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തി. പിന്നീട് വേണ്ടപ്പെട്ട ചിലർ പറഞ്ഞപ്പോഴാണ് മോദിയെ കാണാൻ പോയതെന്നും അങ്ങനെയാണ് കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ടായതെന്നും പറയുകയാണ് സുരേഷ് ഗോപി. എന്നാൽ മോദിയെ കണ്ടതിന്റെ പേരിൽ ചിലർ തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു. കേന്ദ്ര ബജറ്റിനെ കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ച് ചർച്ചകൾ വഴിതിരിച്ചു വിടാനാണ് അവരുടെ ശ്രമമെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. കൂടാതെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാകാനാണ് തന്റെ വലിയ ആഗ്രഹമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഒരിക്കൽ കൂടെ പറയുകയും ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് അടിമയെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തന്റെ മുൻപത്തെ ചില പ്രസ്താവനകൾ ഭാഷാപരമായ പരിമിതികൾ കാരണം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതായും അദ്ദേഹം പറയുന്നു. ആദിവാസി ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുന്നാക്ക വിഭാഗക്കാരെ നിയമിക്കണമെന്ന് പറഞ്ഞത് പലരും തെറ്റായി എടുത്തു. ബ്രാഹ്മണർ, നായിഡുമാർ, റാവുമാർ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ നിയമിതരാകണം എന്നാണ് അന്ന് താൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ മുന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ നിയമിക്കണം. ഇതൊരു പരിഷ്കരണപരമായ കാഴ്ചപ്പാടാണെന്നും സുരേഷ് ഗോപി പറയുന്നു. തന്റെ ആഗ്രഹങ്ങളെ പുച്ഛത്തോടെ കാണരുതെന്നും മതപരമായി പോലും തന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ ആക്രമിക്കുകയാണെന്നും എന്നാൽ താൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. സുരേഷ് ഗോപി പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ നമ്മളും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. തന്ത്രി ആകണമെന്നും ദേവസ്വം ബോർഡ് ചെയർമാൻ ആകണമെന്നും ഒക്കെ പലർക്കും തോന്നാറുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടിട്ട് IPS നേടണമെന്നും ചുരുങ്ങിയ വർഷം ഒരു കമ്മീഷനെങ്കിലും ആകണമെന്നും നമുക്കും തോന്നാറുണ്ട്. എന്നാൽ പുറത്തു പറഞ്ഞാൽ ആളുകൾ ചിരിക്കുമോ എന്നൊരു ഭയത്താലാണ് നമ്മളിൽ പലരും ഇത്തരം ആഗ്രഹങ്ങൾ പുറത്തു പറയാത്തത്. ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ നമ്മളത് പറഞ്ഞെന്നിരിക്കും. എന്നാൽ സുരേഷ് ഗോപി സാർ അങ്ങനെയല്ല. തൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം, ഒരു ചിന്ത തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി പുള്ളിക്കാരനില്ല. ഏത് കലുങ്കുസഭ ആയാലും അടിയന്തര ചടങ്ങായാലും 4 ആളുണ്ടെങ്കിൽ അദ്ദേഹം അതൊക്കെ മൈക്കിലൂടെ തന്നെ വിളിച്ചു പറയും. സിനിമയിൽ സജീവമായി നിന്നപ്പോഴും അവസരങ്ങളില്ലാതെ വീട്ടിലിരുന്നപ്പോഴും അദ്ദേഹത്തിന് തന്ത്രി ആകണമെന്ന് തോന്നിയിട്ടില്ല. രാഷ്ട്രീയത്തിൽ മന്ത്രിയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് തന്ത്രി ആകാൻ ഒരു ആഗ്രഹം തോന്നി. അതും കഴിഞ്ഞപ്പോൾ പുതിയ ആഗ്രഹം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആകണമെന്നാണ്. അതും ആ നല്ല മനുഷ്യൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചില്ല. 4 ആളുകൾക്കൊക്കെ തന്നെ ഉറക്കെ അത് വിളിച്ചു പറഞ്ഞു. ഇതിൽ കവിഞ്ഞ മറ്റൊരു ആഗ്രഹവും ഈ ജന്മത്തിൽ ഇല്ലെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ഇനി ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഏതെങ്കിലും പള്ളിയിലെ കപ്പ്യാരായി സേവനം ചെയ്യണമെന്നോ അല്ലെങ്കിൽ മസ്ജിദിലെ മുക്രി ആയിട്ട് ജോലി ചെയ്യണമെന്നോ ഒക്കെ പറഞ്ഞേക്കാം. പറയുന്നത് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും മനസ്സിൽ തോന്നിയതെല്ലാം അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ വാസ്തവത്തിൽ നന്ദി പറയേണ്ടത് തൃശ്ശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കാണ്. ഇതുപോലെ നിഷ്കളങ്കനായ, കർമ്മനിരതനായ, മനസ്സിൽ രഹസ്യങ്ങളൊന്നും ഒളിച്ചു വെക്കാത്ത ജനകീയനായ ഒരു MP യെ, ഒരു സഹമന്ത്രിയെ നമുക്ക് തന്നത് തൃശ്ശൂർക്കാരാണ്.